CPI നേതാക്കളായ MK കണ്ണനും AC മൊയ്തീനുമെതിരെ തന്റേത് എന്ന നിലയ്ക്ക് പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിന്റെ കാര്യത്തിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്. അതുമായി ബന്ധപ്പെട്ട് ശരത് പ്രസാദ് ഇപ്പോൾ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് എന്ന് പറയുന്നത്, എൻ്റെ ശബ്ദ സന്ദേശം എന്ന പേരിൽ പ്രചരിക്കുന്ന ഓഡിയോ ക്ലിപ്പിന്റെ ആധികാരികത തികച്ചും ദുരൂഹമാണ്. വസ്തുതാവിരുദ്ധവും കള്ളവുമായ കാര്യങ്ങളാണ് ജില്ലയിലെ പാർട്ടി നേതൃത്വത്തെക്കുറിച്ച് ആ ഓഡിയോ മുഖാന്തരം പ്രചരിക്കുന്നത്. പാർട്ടി നേതാക്കളെ സംബന്ധിച്ചോ പാർട്ടിയെ സംബന്ധിച്ചോ എനിക്ക് അത്തരത്തിൽ യാതൊരു അഭിപ്രായവുമില്ല എന്ന് മാത്രമല്ല, ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ സഖാക്കൾ. ആ ഓഡിയോ ക്ലിപ്പിൽ എൻ്റെ പേര് പരാമർശിക്കപ്പെട്ട സഖാക്കൾ എനിക്ക് ഗുരുതുല്യരായ സ്നേഹം എക്കാലത്തും പ്രദാനം ചെയ്തവരാണ്. അതായത് MK കണ്ണനും AC മൊയ്തീനും. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പാർട്ടി പുറത്താക്കിയ ചിലർ രാഷ്ട്രീയ വിരോധത്താൽ മാത്രം പാർട്ടിയെയും പാർട്ടി സഖാക്കളെയും എന്നെയും സമൂഹ മാധ്യമത്തിൽ താഴ്ത്തിക്കെട്ടുന്നതിനും രാഷ്ട്രീയ മുതലെടുപ്പിനുമായി ഗൂഢാലോചന ചെയ്ത് പുറത്തുവിട്ടതാണ് പ്രസ്തുത ഓഡിയോ ക്ലിപ്പ്. ഒരു പാർട്ടി വിരുദ്ധർക്ക് മുൻപിലും കീഴടങ്ങില്ല, പാർട്ടിക്കൊപ്പം മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരത് പ്രസാദ്, DYFIയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറി, ഫേസ്ബുക്കിൽ ഇപ്പോൾ കുറിപ്പിട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ശരത് പ്രസാദിൻ്റെതായി പുറത്തു വന്ന ശബ്ദരേഖ, ആ ശബ്ദരേഖയിൽ CPIM നേതാക്കളായ MK കണ്ണൻ അതേപോലെ തന്നെ AC മൊയ്തീൻ എന്നിവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഉന്നതരുമായിട്ടുള്ള ബന്ധം, സാമ്പത്തികമായ ഇടപാടുകൾ, കോടികളുടെ നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെയാണ് അതിൽ സൂചിപ്പിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുവർക്കുമെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യമുയർന്നിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആ കാര്യത്തിൽ തൻ്റെ ശബ്ദ സന്ദേശം എന്ന പേരിൽ പ്രചരിക്കുന്ന ഓഡിയോ ക്ലിപ്പിൻ്റെ ആധികാരികത ദുരൂഹമാണ് എന്നാണ് ശരത് പ്രസാദ് ഇപ്പോൾ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്.